വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശയ്യ അധ്യായം 59. മനുഷ്യരുടെ പാപം ദൈവത്തോടുള്ള ബന്ധം തടസ്സപ്പെടുത്തുന്നതും ദൈവത്തിൻ്റെ രക്ഷയും വീണ്ടെടുപ്പും കുറിച്ചുള്ള ശക്തമായ സന്ദേശമാണ്. ഈ അധ്യായം ജനങ്ങളുടെ അനീതിയും ദൈവത്തിൻ്റെ ഇടപെടലും ഒടുവിൽ രക്ഷകനായ ദൈവത്തിൻ്റെ വരവും വിശദീകരിക്കുന്നു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. യേശയ്യ 59 അധ്യായം 1-2 തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ ശാശ്വത നിയമം 59 അധ്യായം 21 തിരുവചനത്തിൽ വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. യേശയ്യ അധ്യായം 60 ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മഹത്വവും ഭാവിയിലെ അനുഗ്രഹങ്ങളും കുറിച്ചുള്ള പ്രവചനമാണ്. ഈ അധ്യായം ജെറുസലേമിന്റെ മഹത്വം, ജാതികളുടെ പ്രകാശം, സമാധാനവും സമൃദ്ധിയും ദൈവത്തിന്റെ ശാശ്വത മഹത്വം എന്നിവയെക്കുറിച്ച് വിവരിക്കുന്നു. സൂര്യനോ ചന്ദ്രനോ അല്ല, ദൈവമാണ് നിത്യപ്രകാശമെന്ന് 19 തിരുവചനത്തിൽ വായിക്കാം. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്. കർത്താവായിരിക്കും നിന്റെ നിത്യപ്രകാശം, നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. യേശയ്യ 61 അധ്യായം ദൈവത്തിൻ്റെ അഭിഷേകവും ജനങ്ങളുടെ പുനരുദ്ധാരണം, സന്തോഷം, നീതിയെയും കുറിച്ചുള്ള മഹത്തായ പ്രവചനമാണ്. ഈ അധ്യായം മിശിഹായുടെ ദൗത്യം, ദുഃഖിതർക്കുള്ള ആശ്വാസം, തടവുകാരുടെ മോചനം, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മഹത്വം, ശാശ്വതമായ സന്തോഷം എന്നിവയെക്കുറിച്ച് വിവരിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.